ഹായ് ഓൾ, നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഫിസിയോളജിയുടെ ഏറ്റവും ഫൈനൽ മൊഡ്യൂളായിട്ടുള്ള ബ്രെയിൻ ഡാമേജസ് ആൻഡ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രെയിൻ തന്നെയാണ്. ലൈക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പാർട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ ചോദിച്ചാൽ സത്യം പറഞ്ഞാലില്ല. കാരണം എല്ലാ പാർട്ടിനെയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് കാരണം ബ്രെയിനാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ ആയതുകൊണ്ട് തന്നെ അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ അത്രയും സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് അത്രയും നല്ല രീതിയിൽ എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രെയിനിന്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം അറിയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഒരു പുറത്ത് സ്കിൻ ഉണ്ട് ആൻഡ് അതിനുള്ള ഒരു സ്കൾ ഉണ്ട് ആൻഡ് ആ സ്കളിന്റെ ഉള്ളിൽ 3 ലെയർ ഓഫ് മെനിഞ്ചസ് ഉണ്ട്. ഓക്കെ, 3 ലെയർ മെനിഞ്ചസ് ഉണ്ട്. ഈ മെനിഞ്ചസിന്റെ ഉള്ളില് CSF കൊണ്ടുള്ള ഫ്ലൂയിഡ് ഉണ്ട്, അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കൊണ്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ വെൻട്രിക്കിൾസിലുള്ള എപ്പൻഡൈമൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഇൻ ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇത്തരത്തില് ഒരു 3 ലെയർ ഓഫ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സും അതിന്റെ കൂടെ അതിന്റെ ഉള്ളിൽ ഒരു CSFും അതിന്റെ പുറത്ത് സ്കള്ളും അതിന്റെ പുറത്ത് സ്കിന്നും അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ആയിരിക്കുന്നത് ബ്രെയിൻ ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ അല്ലേ. നമുക്ക് ബ്രെയിനിൽ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ മാത്രമല്ല ഉള്ളത്, അതിന്റെ കൂടെ തന്നെ ബയോളജിക്കൽ പ്രൊട്ടക്ഷൻസ് കൂടിയുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് വരുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണ്, അഥവാ ബ്ലഡ് ബ്രെയിൻ ബാരിയർ BBB അങ്ങനെ പറയാം. ഓക്കെ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിക്ക് ബ്ലഡിന് എൻട്രി ഇല്ല. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡിലുള്ള എല്ലാ കോമ്പോണൻസിനും ബ്രെയിനിക്ക് എൻട്രി ഇല്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ബാരിയർ പോലെ അഥവാ ഒരു മതിൽ പോലെ ഒരു ബാരിയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളെന്ന് പറയുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. എൻഡോത്തീലിയൽ സെൽസ് കൊണ്ടാണ് ആ ഒരു ബാരിയർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ സെൽസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരു മോളിക്യൂൾസും അല്ലെങ്കിൽ എല്ലാ കമ്പോണൻസിനും എൻട്രി ഇവർ പെർമിറ്റ് ചെയ്യില്ല. ഇവരെന്താ ചെയ്യുക, സെലക്റ്റീവ് ആയിട്ട് ചില കമ്പോണൻസിനെ മാത്രം, ബ്രെയിനിന് ആവശ്യമുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് അതുപോലത്തെ ചില പെർട്ടിക്കുലർ കമ്പോണൻസിനെ മാത്രമേ ആര് കടത്തി വിടുള്ളൂ, ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടത്തി വിടുള്ളൂ. അതാണ് അവരുടെ പ്രത്യേകത. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിലെ ആസ്ട്രോസൈറ്റ്സ്, പെരിസൈറ്റ്സ് ഇവരൊക്കെ പ്രസന്റ് ആയിട്ടുണ്ട്. സോ ഇതൊരു ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ മെയിൻ ലൈക്ക് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബ്ലഡിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ കടക്കാണ്ട് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഏരിയ ആണ് എന്ത് പറയുന്നത്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ ഫംഗ്ഷണൽ അതിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നെയായിരിക്കും. നമ്മൾ പറഞ്ഞു ബ്ലഡ് ബ്രെയിനിക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യമൊന്നും കടത്തിവിടാണ്ടിരിക്കുക. ആൻഡ് വേറൊരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ബ്രെയിനിന് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താ മൊത്തത്തിൽ ബ്രെയിനൊന്നും ആവശ്യമില്ലാണ്ടിരിക്കുന്നില്ല, എന്തായാലും കുറച്ച് എനർജി ആവശ്യമുണ്ടാവും. സോ അമിനോ ആസിഡ്സും അതുപോലെ ഗ്ലൂക്കോസും അങ്ങനെ ചില മോളിക്യൂൾസും ഒക്കെ ആർക്ക് ആവശ്യമുണ്ട്, ബ്രെയിനിന് ആവശ്യമുണ്ട്. ഒരു പാസീവ് ട്രാൻസ്പോർട്ടും അതുപോലെ പാസീവ് ഡിഫ്യൂഷനും എന്ന് വെച്ചാൽ എനർജി ഒന്നും യൂസ് ചെയ്യാണ്ട് ഡിഫ്യൂഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെലക്റ്റീവ് ട്രാൻസ്പോർട്ടിനൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്രെയിനിന് എത്രയും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്, സ്കള്ളുണ്ട്, 3 ലെയർ ഓഫ് മെനിഞ്ചസ് ഉണ്ട്, അതിനുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ബ്രെയിനിൽ ഉണ്ടായിട്ടൂടെ നമുക്ക് എന്താണ് ചില സമയങ്ങളിൽ ഡാമേജസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്, എങ്ങനെ നമ്മുടെ ബ്രെയിനിന് ഡാമേജ് വരാന്ന് ചിന്തിക്കാതിരിക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നല്ല രീതിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള ട്രോമാസോ അതല്ലെങ്കിൽ ഈ വൈറൽ ഇൻഫെക്ഷൻസ്, ടോക്സിൻസ്, സർക്കുലർ പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് വാസ്കുലർ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കൊണ്ട് നമുക്ക് എന്തുണ്ടാവാറുണ്ട്, ഈ ബ്രെയിനിന് ഡാമേജസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതില് മെയിൻ ആയിട്ട് കുറെ കോസസ് പറയുന്നുണ്ട്. ലൈക്ക് അതിനൊക്കെ മുമ്പ് കോസസ് പറയുന്നതിന് മുമ്പ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി? നമ്മുടെ ബോഡിക്കൊക്കെ നമ്മുടെ ബ്രെയിനിന് ഫിസിയോളജിക്കല് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ചിന്, ബ്രെയിനിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിന് ബ്രെയിനിന് ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്.
എന്ന് വെച്ചാൽ ബ്രെയിനിന്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ആർക്കുള്ള എബിലിറ്റി, ബ്രെയിനുള്ള എബിലിറ്റി, അതിനെ നമ്മൾ എന്താ പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ബ്രെയിൻ എന്ന് പറഞ്ഞ സംഭവം, സോറി ഈ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ സംഭവം അഡൾട്ട്ഹുഡിലൊന്നും ഉണ്ടാവില്ല, അത് ചെറിയ കുട്ടിയാവുന്ന ചൈൽഡ്ഹുഡിൽ മാത്രം കണ്ടുവരുന്ന സാധനം വിചാരിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, അത് അഡൾട്ട്ഹുഡിലും കാണുന്നുണ്ട്, ചൈൽഡ്ഹുഡിലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റിന്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചെറിയ രീതിയിലും അതിന്റെ തന്നെ നല്ല വലിയ രീതിയിലും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കാണുന്നുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കും ന്യൂറോൺസിന്റെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ ന്യൂറോൺസിന് ഒരിക്കലും ഈ ഡീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ലൈക്ക് മൈറ്റോസിസിനും മിയോസിസിനും അണ്ടർഗോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കില്ല, ന്യൂറോൺസിനില്ല. സോ ന്യൂറോൺസ് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെയാ പിന്നെ റെഡിയാക്കാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ സംഭവം നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറിനെ, ലേണിങ്ങിനും, മെമ്മറിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. ഓക്കെ, ഈ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി ആൻഡ് നോൺ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി. നോൺ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ന്യൂറോൺസിന്റെ കണക്ഷൻസ് ഉണ്ടല്ലോ, ഈ ഒരു ന്യൂറോൺ വേറെ നമ്മുടെ കണക്ഷൻസ്, നമ്മൾ സിനാപ്സ് എന്നൊക്കെ പറയും കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയനെ. സോ ഒരു രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, വരുത്തൽ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിലും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്താൻ നമ്മൾ എന്ത് പറയുന്നത് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നോൺ സിനാപ്റ്റിക് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോ അതല്ല, നേരത്തെ പറഞ്ഞതല്ല, നമ്മുടെ ഓരോ ന്യൂറോൺസിനും ഓരോ ഇന്റൻസിറ്റി എക്സൈറ്റബിലിറ്റി ഉണ്ട്. ഓക്കെ, ഓരോ ന്യൂറോൺസിനും ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവരുടെ എക്സൈറ്റബിലിറ്റി ഉണ്ടാവുക. സോ ആ എക്സൈറ്റബിലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് നോൺ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഘടകം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡെവലപ്മെന്റിനൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് എന്തെങ്കിലും നല്ല ഡാമേജ് ഒക്കെ നമുക്ക് വരികയാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ മാപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ കോർട്ടിക്കൽ റീമാപ്പിംഗ് ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ബ്രെയിനിന് നല്ല സീരിയസ് ആയിട്ട് ഇഞ്ചുറി ഒക്കെ വരുന്ന സമയത്ത്, നല്ല സീരിയസ് ആയിട്ട് ഇഞ്ചുറി വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ കട്ടായിട്ടൊക്കെ പോകുന്നുണ്ടാവും. സോ ആ ഒരു സമയത്ത്, അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും ഇനി ഒരിക്കലും പഴയ രീതിയിൽ നമുക്ക് ആവാൻ കഴിയില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. സോ അങ്ങനെയല്ല, നമ്മുടെ ബ്രെയിനിൽ കോർട്ടിക്കൽ റീമാപ്പിംഗ് കൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അഥവാ ലൈക്ക് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി യൂസ് ചെയ്തിട്ട് കോർട്ടിക്കൽ റീമാപ്പിംഗ് കൊണ്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കണക്ഷൻസ് ഒക്കെ ഡാമേജ് ആയി പോയതുകൊണ്ട് ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാം. ലൈക്ക് അതിന് കംപ്ലീറ്റ് ആയിട്ട് റീമാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് കംപ്ലീറ്റ് ആയിട്ട് കോർട്ടിക്കൽ റീമാപ്പ് ചെയ്യാൻ വേണ്ടി ആർക്ക് പറ്റും? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വഴി അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പറയാനല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ. ഇതെല്ലാവരും മസ്റ്റ് ആയിട്ട് നോക്കണം. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പൊട്ടൻഷ്യൽ കോസസ് ഓഫ് ബ്രെയിൻ ഡാമേജ്. ബ്രെയിൻ ഡാമേജിന്റെ കോസസ്, ബ്രെയിൻ ഡാമേജിന്റെ കോസസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഒരുപാട് കാരണങ്ങളുണ്ട് ബ്രെയിൻ ഡാമേജ് നമുക്ക് ഉണ്ടാവാനാണ്. അതിൽ മെയിൻ കാരണം ഫിസിക്കൽ ട്രോമ എന്ന് വെച്ചാൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ബ്രെയിൻ ഇഞ്ചുറി, ആക്സിഡൻസ്, നല്ല ഒരു ഫിസിക്കലായിട്ട് നല്ലൊരു അടിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രെയിൻ ഡാമേജ് ആവും. സോ ആ ഒരു കാര്യത്തിന് നമ്മൾ എന്താ പറയുന്നത് ഫിസിക്കൽ ട്രോമ എന്ന് പറയുന്നത്. അതിലൊരു കൂപ്പ് കൗണ്ടർ കൂപ്പ് എന്താ പറയാ കൂപ്പ് കൗണ്ടർ കൂപ്പ് ഇഞ്ചുറി, കൂപ്പ് കൗണ്ടർ കൂപ്പ് ഇഞ്ചുറി, കൗണ്ടർ അല്ല കൂപ്പ് കൗണ്ടർ കൂപ്പ് ഇഞ്ചുറി. ഈ ഒരു കൂപ്പ് കൗണ്ടർ കൂപ്പ് ഇഞ്ചുറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു നല്ലൊരു ആക്സിഡന്റ് ഉണ്ടായി. ഓക്കെ, നമ്മളിങ്ങനെ കാറിൽ ഇങ്ങനെ പോകാനും പെട്ടെന്ന് കാർ ഇടിച്ചു. അപ്പോൾ നല്ലൊരു ആക്സിഡന്റ് ആവുന്ന സമയത്ത് നമ്മുടെ തല പോയിട്ട് സ്റ്റിയറിംഗ് വീലിൽ ഇടിച്ചു, സ്റ്റിയറിംഗ് വീലിൽ ഇടിച്ചു. സോ ആ സ്കള്ളിൽ പോയിട്ട് സ്റ്റിയറിംഗ് വീലിൽ ഇടിക്കുന്ന സമയത്തിന് നമ്മുടെ ബ്രെയിന് മൂവ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ ഇടിക്കും. ഓക്കെ, അപ്പോൾ ബ്രെയിനിന്റെ ഫ്രണ്ട് പോർഷൻ ഡാമേജ് ആയി. സോ പിന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് കാരണം ലൈക്ക് സ്റ്റിയറിംഗ് വീലിൽ ഇടിച്ച ഒരു ഇമ്പാക്ട് കാരണം നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഹെഡ് ബാക്കിലേക്ക് പോകും. സോ ഈ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടും ബാക്കിലോട്ടിരിക്കും. സോ ഈ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ബ്രെയിന് നേരെ ബാക്കിലും വന്നിരിക്കും. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് കൂപ്പ് കൗണ്ടർ കൂപ്പ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബ്രെയിൻ കണ്ടീഷൻസ് അഥവാ ബ്രെയിനിൽ ബ്രൂസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ലൈക്ക് ഫ്രണ്ടിലും ഡാമേജ് ആവും, ബാക്കിലും ഡാമേജ് ആവും. സോ ഫ്രണ്ടിൽ എവിടെയാണോ ഡാമേജ് ആയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡാമേജ് ആവും. അതിനെ നമ്മൾ കൂപ്പ് കൗണ്ടർ കൂപ്പ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിലൊരു ഫിസിക്കൽ ട്രോമയിൽ തന്നെയുള്ള ഒരു ടൈപ്പാണ് ക്ലോസ്ഡ്
ക്ലോസ്ഡ് ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ തലയ്ക്ക് അടി കിട്ടുക, അതല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളായിട്ട് ഇങ്ങനെ കുലുക്കുമല്ലോ, ചെറിയ കുട്ടികളെ കുലുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളൊക്കെ കുലുക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ഉണ്ടല്ലോ അത് മൂവ് ചെയ്യും. ഓക്കെ, അത് നല്ല രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലോസ്ഡ് ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പൺ ഹെഡ് ഇഞ്ചുറീസ് ഉണ്ട്. ഓപ്പൺ ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ബ്രെയിനൊക്കെ തലക്കെ സ്കളൊക്കെ പൊട്ടി പോവാ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോ ബുള്ളറ്റ് എന്തെങ്കിലും കൊണ്ടിട്ടായിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞത് ഓപ്പൺ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന കാര്യമാണ് പെനട്രേറ്റിംഗ് ഇഞ്ചുറീസ് പറയുന്നുണ്ട്. പെനട്രേറ്റിംഗ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ്, എന്ത് ഓപ്പൺ ഹെഡ് ഇഞ്ചുറീസ് തന്നെയാണ്. നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ബ്രെയിനിൽ വരുത്തുന്നതാണ് എന്ന് പറഞ്ഞത് പെനട്രേറ്റിംഗ് ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. പിന്നെ ഡീസലറേഷൻ ഇഞ്ചുറീസ് ഉണ്ട്. ഡീസലറേഷൻ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, സോ ആ സമയത്ത് ഉണ്ടാവുന്ന ഇഞ്ചുറീസിനൊക്കെയാണ് ഡീസലറേഷൻ ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. പിന്നെ പോയിസൺസ് ലൈക്ക് എന്തെങ്കിലും പോയിസണിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, പിന്നെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലൈക്ക് ബാക്ടീരിയലോ അല്ലെങ്കിൽ വൈറലോ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന സമയത്ത്. പിന്നെ സെറിബ്രൽ വാസ്കുലർ ഡിസോർഡേഴ്സ് ലൈക്ക് സ്ട്രോക്ക് ഒക്കെ പോലത്തെ ഹെമറേജിക് സ്ട്രോക്ക്, ഇഷ്യമിക് സ്ട്രോക്ക് അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ എന്താ സർജറി, ഡ്രഗ് അബ്യൂസ്, ജനറ്റിക് ഫാക്ടേഴ്സ്, അപ്പോഡോസിസ്, ബ്രെയിൻ ട്യൂമേഴ്സ്, ന്യൂറോടോക്സിൻസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്താവാറുണ്ട് ബ്രെയിൻ ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ബ്രെയിൻ ട്യൂമേഴ്സ് നമുക്ക് എല്ലാവർക്കും പറയാം ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ അല്ലാത്ത ഒരു ടിഷ്യൂ ഗ്രോത്തിന് അല്ലെങ്കിൽ സെൽ ഗ്രോത്തിന് നമ്മൾ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന നമ്മുടെ സ്കളിന്റെ ഉള്ളിൽ അബ്നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ടിഷ്യൂ ഗ്രോത്തിനെ അല്ലെങ്കിൽ സെൽ ഗ്രോത്തിനെ നമ്മൾ എന്താ പറയുന്നത് ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തില് അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂ ഗ്രോത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ ലൈക്ക് ഒന്നെങ്കിൽ നമ്മുടെ ബ്രെയിനിലുള്ള ആവശ്യമുള്ള സെൽസും ടിഷ്യൂസിനും കാര്യങ്ങളൊക്കെ ഒരു പ്രോബ്ലം ആവും. സോ അതൊക്കെ കേടുവന്നു പോകും. അതല്ലാണെങ്കിൽ ബ്രെയിനിലുള്ള പ്രഷർ ഇൻക്രീസ് ആവും. സോ അതും എന്താണ് ബ്രെയിൻ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു സംഭവത്തിനെ നമ്മൾ എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ടൈപ്സ് ഓഫ് ബ്രെയിൻ ട്യൂമേഴ്സ് ലൈക്ക് ആദ്യം ട്യൂമറിന്റെ ടൈപ്പ് എന്ന് നോക്കാം. നമുക്കറിയാം ബെനിൻ ട്യൂമേഴ്സ് ഉണ്ട്, മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഉണ്ട്. ബെനിൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ അല്ല, ലൈക്ക് അത് ഫർദർ ആയിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. സോ അതുകൊണ്ടാണ് അത്രത്തോളം ഡേഞ്ചർ അല്ല. ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്നല്ല അത്യാവശ്യം ഡേഞ്ചർ ആണ്. ഇതാണ് ക്യാൻസറസ് ട്യൂമേഴ്സ്. മറ്റേ നോൺ ക്യാൻസറസ് ആയിരുന്നു, ഇത് ക്യാൻസറസ് ആണ്. ലൈക്ക് ഈ ഒരു ട്യൂമറിന്റെ പ്രത്യേകത വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ആയതുകൊണ്ടേയിരിക്കും. ലൈക്ക് അതിനൊരു പിടിവിട്ട പോലെയാണ്. ലൈക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ട്യൂമേഴ്സ് ആണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയാം. ഇത് നല്ല ഡേഞ്ചർ ആണ്, ഫൈറ്റൽ ആണ്. ഓക്കെ, ആൻഡ് ബ്രെയിൻ ട്യൂമേഴ്സിന്റെ ഒരു ടൈപ്സ് നോക്കുകയാണെങ്കിൽ മെനിൻജിയോമസും ആസ്ട്രോസൈറ്റോമസും. അത് അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. മെനിൻജിയോമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെനിഞ്ചസ് ഉണ്ടല്ലോ അവിടെ ഉണ്ടാവുന്ന ട്യൂമേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത് മെനിൻജിയോമസ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ആസ്ട്രോസൈറ്റോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ട്യൂമേഴ്സിനെയാണ് നമ്മൾ ആസ്ട്രോസൈറ്റോമസ് പറയുന്നത്. അതിൽ തന്നെ ഗ്ലിയോബ്ലാസ്റ്റോമസ് എന്നുള്ള ട്യൂമേഴ്സ് ഉണ്ട്. ഗ്ലിയോബ്ലാസ്റ്റോമസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡേഞ്ചർ ആണ്. ബ്രെയിനിന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ട്യൂമറാണ്. അത്യാവശ്യം നല്ല ഡേഞ്ചർ ആണ്. കൂടുതൽ അഡൾട്ട്സിലൊക്കെ കാണപ്പെടുന്ന ട്യൂമറാണ്. ആൻഡ് ചെറിയ കുട്ടികളിൽ ഉണ്ടാവുന്നത് ഐ തിങ്ക് മെഡുലോബ്ലാസ്റ്റോമസ്. ചെറിയ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു മാലിഗ്നന്റ് ട്യൂമറാണ് മെഡുലോബ്ലാസ്റ്റോമസ് എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികളിൽ കോമൺ ആയിട്ടുള്ള ഒരു മാലിഗ്നന്റ് ട്യൂമറാണ് മെഡുലോബ്ലാസ്റ്റോമസ് എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം ഡേഞ്ചറാണ്. ഓക്കെ, ആൻഡ് ഈ മെനിൻജിയോമസ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അത്രത്തോളം ഒരു ഡേഞ്ചർ അല്ല മെനിൻജിയോമസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിഞ്ചസിലാണ് ഉണ്ടാകുന്നത്. ഡേഞ്ചർ അല്ല എന്നല്ല, ബട്ട് കമ്പയർ ആസ്ട്രോസൈറ്റോമസിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മെനിൻജിയോമസ് അത്രത്തോളം ഡേഞ്ചർ അല്ല. പക്ഷെ അതും ഡേഞ്ചർ തന്നെയാണ്. ഈ മെനിൻജിയോമസിൽ മെജോറിറ്റി ഓഫ് മെനിൻജിയോമസ് ട്യൂമേഴ്സിന്റെ പ്രത്യേകത ഇത് ബെനിൻ ആണെന്നുള്ളതാണ്. വളരെ കുറച്ച് പെർസെന്റേജ് മാത്രം, 10 to 15% ഓഫ് മെനിൻജിയോമസ് ട്യൂമേഴ്സ് മാത്രമേ മാലിഗ്നന്റ് ആയിട്ടുള്ളൂ. മെജോറിറ്റി ഓഫ് എന്താ പറയാ മെനിൻജിയോമസ് ട്യൂമേഴ്സും ബെനിൻ ട്യൂമേഴ്സ് ആണ്. പക്ഷെ ആസ്ട്രോസൈറ്റോമസ് കൂടുതലും മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണ്. ഏറ്റവും ഡേഞ്ചറും ആസ്ട്രോസൈറ്റോമസ് ആണ്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഒരു ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് കാര്യം നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ടൈപ്സ് തന്നെ വേറെ ടൈപ്സ് ഉണ്ട്. ലൈക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്യൂമേഴ്സ്. പ്രൈമറി ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്
നമ്മുടെ ബോഡിയിൽ ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് ക്യാൻസർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ പ്രൈമറി ട്യൂമേഴ്സ് എന്ന് പറയാം. ലൈക്ക് അത് അയാൾക്ക് ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഉണ്ടായതിന് നമ്മളെന്ന് പറയുന്നത് സെക്കൻഡറി ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ക്യാൻസർ കാര്യങ്ങളൊക്കെ. സെക്കൻഡറി ട്യൂമർ എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ലൈക്ക് മെറ്റാസ്റ്റാസിസ്, ലൈക്ക് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ ക്യാൻസർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ക്യാൻസർ സെൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ലങ്സിലെ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ലങ്സിലെ ക്യാൻസർ നമ്മൾ മാറ്റി. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ലങ്സിൽ ഉണ്ടായ ഈ ഒരു ക്യാൻസറിന്റെ സെൽസ് ഉണ്ടല്ലോ, ഈ ക്യാൻസർ സെൽസ് ചിലപ്പോ ആ ലങ്സിനെ വിട്ടിട്ട് ബ്ലഡ് വെസൽസിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് പലവോടത്തേക്കും പോകും. എന്നിട്ട് അത് ചിലപ്പോ ബോഡിന് ഏതെങ്കിലും എൻഡിലോ ചിലപ്പോൾ ബ്രെയിനിലൊക്കെ പോയിട്ട് അവിടെ പിന്നെയും ക്യാൻസർ സെൽസ് ആയിട്ട് വരും. സോ അതിനെ നമ്മൾ എന്താ പറയുന്നത് മെറ്റാസ്റ്റാസിസ് എന്ന ആ പ്രോസസ് പറയുന്നത്. ഇത്തരത്തിലുള്ള മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് വഴി ഉണ്ടാവുന്ന ക്യാൻസറിനെ നമ്മൾ പറയുന്നത് സെക്കൻഡറി ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ സെക്കൻഡറി ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഒരു വ്യക്തിക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ക്യാൻസർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ ഒരു നോർമൽ ഡെത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഇതില് ക്യാൻസറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടാണ് ചാൻസസ് എന്നാണ് പറയാറ്. ലൈക്ക് മെറ്റാസ്റ്റാസിസ് നടക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ലൈക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. ലൈക്ക് മെറ്റാസ്റ്റാസിസ് നടന്നിട്ട് എവിടേക്ക് ആ സെല്ല് പോയിട്ടുണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. സോ അതുകൊണ്ട് മെറ്റാസ്റ്റാസിസ് ഉണ്ടായിട്ട് ഡെത്ത് ഉണ്ടാവാനുള്ള കോഴ്സസ് അഥവാ ക്യാൻസർ പിന്നെ ഉണ്ടാവാനുള്ള കോഴ്സസ് വളരെ ഹൈ ആണ്. പിന്നെ നമുക്കറിയാം ക്യാൻസർ എന്നുള്ള അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇതിൽ തന്നെ ഒരു ക്യാൻസർ ഉണ്ടായിട്ട് ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടായിട്ട് ഒരു വ്യക്തി ഒരു 5 വർഷമെങ്കിലും ജീവിച്ചിരിക്കാനുള്ള ഒരു പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 33% മാത്രമേ പറയുന്നത്. ലൈക്ക് ഒരു വ്യക്തിക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ടായിട്ട് അയാൾ ഒരു 33% മാത്രമേ ചാൻസ് ഉള്ളൂ അയാൾ 5 വർഷമെങ്കിലും ജീവിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണ് എന്ത് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു സിവിയറിറ്റി കാര്യങ്ങളൊക്കെ പിന്നെ ഡിഫറെന്റ് ആവും. ലൈക്ക് ഏത് രീതിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ സെൽസ് ആണ് വന്നിട്ടുള്ളത്, അതിനൊക്കെ ബേസിസിൽ പിന്നെയും സിവിയറിറ്റിലും കാര്യങ്ങളൊക്കെ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഗ്ലിയോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. ഗ്ലിയോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അത് മീൻസ് ആസ്ട്രോസൈറ്റോമസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ക്യാൻസർ ആണ് ആസ്ട്രോസൈറ്റോമസ്. പക്ഷെ ഈ മെനിഞ്ചിയോമസ് ആണ് കമ്പാരിറ്റീവ്ലി ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് തരുന്ന ഒരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് എല്ലാ ട്യൂമേഴ്സും ക്യാൻസറസ് ആണെന്ന് വെച്ചാലല്ല, അതിൽ തന്നെ ബെനിനുണ്ട്, മാലിഗ്നന്റ്. മെജോറിറ്റി ഓഫ് മെനിഞ്ചിയോമസും ബെനിൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ കുറച്ച് 10-50% മാലിഗ്നന്റ് ആയിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിന്റെ നമ്മുടെ ബ്രെയിൻ ലോബ്സിലൊക്കെ ഉള്ളൊരു എന്താ പറയാ എഫക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രോണ്ടൽ ലോബിലൊക്കെ ആണ് ഈ ഒരു ക്യാൻസർ സെൽസ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അയാളുടെ റീസണിങ് പൂറായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും, പേഴ്സണാലിറ്റി ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഫ്രോണ്ടൽ ലോബില് ആൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ടെമ്പറൽ ലോബിലാണെങ്കിൽ ആളുടെ മെമ്മറിയില് പൂറായിരിക്കും. പിന്നെ ഹിയറിംഗ് നമുക്കറിയാലോ, ടെമ്പറൽ ലോബ് എന്നുള്ള ഹിയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. സോ സ്വാഭാവികമായിട്ടും ടെമ്പറൽ ലോബ് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹിയറിങ്ങിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. ആൻഡ് ലാംഗ്വേജ് കോംപ്രിഹെൻഷനിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ പറയുന്ന കാര്യമാണ് പേരേറ്റൽ ലോബില്. പേരേറ്റൽ ലോബിലാവുന്ന സമയത്ത് ലാംഗ്വേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സംസാരിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ റൈറ്റിംഗ്, ഡ്രോയിങ്, നെയിമിങ്, റെക്കഗ്നൈസിങ്, സ്പീഷ്യൽ ആൻഡ് വിഷ്വൽ പെർസെപ്ഷൻ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസിൽ പ്രോബ്ലംസ് ഉണ്ടാവും ഈ ഒരു പാരറ്റൽ ലോബിലാവുന്ന സമയത്ത്. ഒക്സിപിറ്റൽ ലോബിലാവുന്ന സമയത്ത് വിഷനിലേക്ക് ഒന്നുകിൽ വിഷൻ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകും. അത്യാവശ്യം നല്ലൊരു ഇഷ്യൂ ഈ ഒരു എന്താ പറയാ ഒക്സിപിറ്റൽ ലോബിലാവുന്ന സമയത്തും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ സെറിബെല്ലത്തിലാവുന്ന സമയത്ത് സെറിബെല്ലം നമുക്കറിയാം ബാലൻസ്, ബോഡി ബാലൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സെറിബെല്ലാണ്. സോ സെറിബെല്ലത്തിൽ ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് പൂവറായിട്ടുള്ള ബാലൻസ്, അതുപോലെ തന്നെ മസിൽ മൂവ്മെന്റിലെ പോസ്റ്ററിലൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവും. ബ്രെയിൻ സ്റ്റെമിലാവുന്ന സമയത്ത് സീഷേഴ്സ്, പിന്നെ നമുക്ക് അറിയാം ബ്രെയിൻ സ്റ്റെമിൽ മെയിനായിട്ട് ഒന്നാങ്ങായിട്ടൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെമിലാണ് കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്പിറേഷനില്, അതുപോലത്തെ ഹാർട്ട്, ഒരുപാട് പ്രോബ്ലംസിൽ ഒരുപാട്
സ്ഥലത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ബ്രെയിൻ സ്റ്റെമിലാവുന്ന സമയത്ത് ഈ ഹെഡ് ഏക്സ്, പാർഷ്യൽ പാരാലിസിസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോകണം. ലൈക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി അങ്ങനെ ഫ്രോണ്ടൽ ലോബിൽ എന്നുള്ള ഇതിൽ അത്രയും പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് ചോദിക്കാൻ ചാൻസസ് അറിയില്ല. ബട്ട് മേ ബി ചിലപ്പോൾ ചോദിച്ചാൽ ഇതൊക്കെ അറിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, പിന്നെ ബിഹേവിയർ ചേഞ്ചസ് ഏതൊക്കെ രീതിയിലുള്ള നമുക്കറിയാം. നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും നോർമലായിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നോർമാലിറ്റിക്ക് ഒരു ഡിഫറൻസ് വരികയാണല്ലോ. സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇമോഷൻസ്, മൂഡ്, ജഡ്ജ്മെന്റൽ റീസണിങ്, ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് നമുക്കൊരു കൺട്രോൾ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഇമോഷണൽ ആണെങ്കിലും ഓവറായിട്ട് ഇമോഷണൽ ആവാം, അങ്ങനൊരു കൺട്രോൾ ഇല്ലാത്ത സാഹചര്യം അവരുടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് പേഴ്സണാലിറ്റിയിൽ അബ്നോർമൽ ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആളുടെ ബ്രെയിനിൽ അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നിലവിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. നിലവിലുള്ള എക്സൈറ്റബിലിറ്റി ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ഒരുപാട് സെൽസ് ഡെത്ത് ആയി പോയിട്ടുണ്ടാവും. സോ അയാളുടെ ഒരു നോർമൽ പേഴ്സണാലിറ്റിന് നല്ല രീതിയിലുള്ള ഡിഫറൻസസ് നല്ലത് കാണിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി പോലത്തെ സൈക്കോളജിക്കൽ സിംറ്റംസ് കാണിക്കാൻ ചാൻസസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ബ്രെയിൻ ട്യൂമർ ഉള്ള വ്യക്തിയിൽ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന്റെ ബ്രെയിൻ ട്യൂമറിന്റെ കോമൺ സിംറ്റം നോക്കുകയാണെങ്കിൽ ഹെഡ് ഏക്ക്, നോസിയ, വോമിറ്റിങ്, അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സിംറ്റംസും കാണാറുണ്ട്.